വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതികൾ എപ്പോഴും ചർച്ചയാകാറുമുണ്ട്. ഇത്തവണ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയതും അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. പ്രത്യേകിച്ചും തീരമേഖലയിൽ ഇന്ന് കുമ്മനം രാജശേഖരന്റെ വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു ചർച്ചയായത്. തീരമേഖലയിൽ ചിത്രകാരന്മാരെയും കൂട്ടിയെത്തി നേതാക്കൾ അവിടെയുള്ളവരുടെ ചിത്രങ്ങൾ തത്സമയം വരച്ചു നൽകുകയും അത് ആവേശമാക്കുകയും ചെയ്തു. കുമ്മനം രാജശേഖരന്റെ ചിത്രവും വരച്ചു. തീരമേഖലയിലെ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ചിത്രങ്ങൾ വരയ്ക്കാനായി ചിത്രകാരന്മാരുടെ മുന്നിൽ നിന്നത് കൗതുക കാഴ്ചയായി. മലയാളി വാർത്ത പകർത്തിയ പ്രത്യേക ദൃശ്യങ്ങളിലേക്ക്. സുസംഘടിതമായ പ്രചാരണം നടത്തി എന്ന ആത്മസംതൃപ്തിയുണ്ട്. തികഞ്ഞ വിജയപ്രതീക്ഷയെന്നാണ് കുമ്മനം രാജശേഖരൻ ഇന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വ്യാപകമായും ആസൂത്രിതമായും സുസംഘടിതവുമായും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമുണ്ട്, ആത്മസംതൃപ്തിയുണ്ട്. പ്രചാരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ തനിക്ക് വലിയ ആത്മവിശ്വാസമുണ്ടെന്നും കുമ്മനം രാജശേഖരൻ പറയുന്നുണ്ട്. തീരമേഖലയിൽ ഇന്ന് വലിയ ആവേശമായി വ്യത്യസ്തമായി കുമ്മനം രാജശേഖരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. തിരുവനന്തപുരം മണ്ഡലത്തിൽ തുടക്കം മുതൽ പ്രചാരണ രംഗത്തുള്ള മേൽക്കൈ ഇപ്പോഴും തുടരുകയാണെന്ന് തന്നെയാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി പറയുന്നത്. 14 ദിവസം നീണ്ടുനിന്ന സ്ഥാനാർത്ഥി പര്യടനത്തിൽ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും കടന്നു ചെന്ന ജനങ്ങളോട് സംവദിക്കാനും അവരുടെ പ്രതികരണം ആരായാനും തനിക്ക് കഴിഞ്ഞെന്നാണ് കുമ്മനം രാജശേഖരൻ പറയുന്നത്. LDFും UDFും മാറി മാറി പ്രതിനിധീകരിച്ച മണ്ഡലമാണ് തിരുവനന്തപുരം. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് തനിക്ക് മനസ്സിലായതെന്നും കുമ്മനം രാജശേഖരൻ പറയുന്നുണ്ട്. ഇരു മുന്നണികളും പ്രചാരണത്തിൽ സജീവമായതിനു ശേഷം പ്രചാരണ രംഗത്തിറങ്ങിയത് വിജയസാധ്യത കുറയ്ക്കുന്നില്ലെന്നാണ് കുമ്മനത്തിന്റെ വാദം. 13 ലക്ഷത്തിലേറെ വോട്ടർമാരെ നേരിട്ട് കാണാൻ തനിക്കായി. NDAയുടെ സംഘടനാപരമായ പ്രവർത്തനം ബൂത്ത് തലം മുതൽ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ജനങ്ങളുടെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും തിരിച്ചറിഞ്ഞ് അവയ്ക്ക് സൃഷ്ടിപരമായ പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം നടത്തും. വ്യാപകമായും ആസൂത്രിതവും സുസംഘടിതവുമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ കഴിഞ്ഞതിൽ വലിയ ആത്മവിശ്വാസമുണ്ടെന്നും അത് നൽകുന്ന ആത്മസംതൃപ്തി തന്നെയായിരിക്കും ഇത്തവണ NDAക്ക് മുതൽക്കൂട്ടാവുകയെന്നും കുമ്മനം പറയുന്നുണ്ട്. ഏതായാലും ഇന്ന് കുമ്മനം തീരമേഖലയിൽ നടത്തിയ വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതി, അതും ചിത്രകാരന്മാരോടൊപ്പം എത്തിയത് തീരമേഖലയ്ക്ക് വലിയ ആവേശമായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.